ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും സന്തോഷപ്രദമാക്കുക എന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും ആഗ്രഹം. കാരണം ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ വീണ് കിട്ടുന്ന ചില കൊച്ചു കൊച്ചു നിമിഷങ്ങൾ മാത്രമായിരിക്കും. നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ലഭിക്കാറുള്ളൂ. സന്തോഷമെന്ന് പറയുന്ന വാക്കിനകത്ത് പല അർത്ഥങ്ങളുമുണ്ട്. താൽക്കാലികമായി ലോകത്തിലെ എന്തെങ്കിലും സന്തോഷങ്ങൾ, അല്ല ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ശാശ്വതമായ സന്തോഷം, ഇങ്ങനെ പല നിലകളിലുണ്ട്. ദീർഘനാളുകളായി സംസാരിക്കാതെ അന്യോന്യം പിണങ്ങിയിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ കണ്ടുമുട്ടുമ്പോൾ പെട്ടെന്ന് അവർക്ക് സംസാരിക്കാൻ പ്രചോദനമുണ്ടാവുകയും അവരന്യോന്യം സംസാരിക്കുകയുമൊക്കെ ചെയ്യുന്നത് പിന്നത്തേതിൽ നല്ല ഓർമ്മകൾക്കും സന്തോഷം നിലനിർത്തുവാനുമൊക്കെ കാരണമായി തീരും, അല്ലേ? ഇതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറിയാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഏതൊരാൾക്കും തീർച്ചയായിട്ടും അവരുടെ സന്തോഷം നിമിഷങ്ങളിലേക്കല്ല, താൽക്കാലികമല്ല, വീണ് കിട്ടിയ നുറുങ്ങ സമയങ്ങളിലെ സന്തോഷമല്ല, മറിച്ച് നിത്യതയോളം ആ സന്തോഷം നിലനിൽക്കും എന്നുള്ളതിന് സംശയമില്ല. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തൊഴിൽ ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കട്ടെ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ദൈവമായിരിക്കെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ ഏറെയാണ് കാൽവരി ക്രൂശിൽ. എന്നാൽ സ്വയം താഴുക എന്നതിനേക്കാൾ വലിയ കഷ്ടമോ പങ്കപ്പാടോ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് താഴാൻ മനസ്സില്ലാത്തത് കൊണ്ട് തകർന്നു പോകുന്ന കുടുംബങ്ങൾ എത്രയോ ആണ് നമ്മുടെ ഇടയിൽ. ഒരു വാക്കിന് വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും വാശി പിടിച്ച് ജീവിതം തുലയ്ക്കുന്ന എത്രയോ പേർ നമ്മുടെ ഇടയിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അപ്പോസ്തലൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ വായിച്ച അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുവിന് താഴേണ്ട യാതൊരു കാര്യവുമില്ല. എങ്കിലും മാനവരാശിയെ രക്ഷിക്കാൻ, നിത്യനരകത്തിൽ നിന്ന്, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യാവതാരമെടുത്ത് മനുഷ്യനായി പിറന്ന് നമ്മെപ്പോലെ ഇവിടെ ജീവിച്ചു, പാപമില്ലാതെ ജീവിച്ചു. ഒടുവിൽ സകല മനുഷ്യരുടെയും പാപങ്ങൾ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു. ത്യാഗത്തിൻ്റെ നറുമണമുള്ള ഉയർത്തപ്പെടൽ അനുകരണീയമാണ്, അനുഗ്രഹമാണ്. ചൈനയിൽ എവിടോ ഒരു കടൽപ്പുറത്ത് ത്യാഗത്തിൻ്റെ സ്മരണയ്ക്കായുള്ള സ്മാരകമുണ്ട്. അതിൻ്റെ പിന്നിൽ അവർ പറയുന്നൊരു കഥയുണ്ട്. ചൂങ് എന്ന പേരുള്ള ഒരു ഗ്രാമീണ കർഷകനെക്കുറിച്ചാണ് ആ കഥയുള്ളത്. ഒരു ദിവസം കടൽ തീരത്തുള്ള തൻ്റെ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കടൽ കരയിൽ നിന്നും പിൻവലിയുന്ന രംഗമാണ് താൻ കണ്ടത്. പഴയ പരിചയവും പാരമ്പര്യവും അനുസരിച്ച് കടൽ അങ്ങനെ പിൻവലിയുന്നത് ഏതോ വലിയ ആപത്തിൻ്റെ സൂചനയാണെന്നാണ് താൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അധികം താമസമില്ല, കടൽ ഏറ്റവും ശക്തമായി കരയിലേക്ക് തള്ളിക്കയറുകയും അവിടെയുള്ള ആളുകൾ മുഴുവൻ മരിച്ചു പോവുകയും ചെയ്യുമെന്ന ഒരു വലിയ ഭീതി തന്നെ അലട്ടാൻ തുടങ്ങി. ഗ്രാമവാസികളെ ഓരോരുത്തരെയും വിവരം അറിയിക്കാനുള്ള സമയവുമില്ല. അല്പം ഉയർന്ന ഒരു ഭാഗത്തായിട്ടാണ് തൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ വേഗത്തിൽ അവിടെ ഓടിക്കയറിയ താൻ തൻ്റെ ധാന്യപ്പുരയ്ക്ക് തീവച്ചു. കുന്നിനു മുകളിൽ നിന്നും ആകാശം മുട്ട തീയും പുകയും ഉയരുന്നത് കണ്ടിട്ട് കർഷകരെല്ലാം തീ അണയ്ക്കുവാനായി കുന്നിനു മുകളിലേക്ക് ഓടിക്കയറി. ഈ അണച്ചുകൊണ്ടിരുന്ന ആളുകൾ മറ്റൊരു കാഴ്ചയും കണ്ടു. കടൽ കരയിലേക്ക് ശക്തിയായി തള്ളിക്കയറി വരുന്നു. വയലുകളെ മുഴുവൻ കടൽ വിഴുങ്ങിക്കളയുന്നു. ഒരു പക്ഷേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടില്ലായിരുന്നു. തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ കർഷകൻ തൻ്റെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ച് നന്മയുടെ മാതൃക കാട്ടി. അദ്ദേഹത്തിൻ്റെ ത്യാഗസ്മരണ നിലനിർത്താനാണ് ആ സ്മാരകം ഉയർത്തപ്പെട്ടത്. മാനവരാശിക്ക് വേണ്ടി കർത്താവ് സഹിച്ച ത്യാഗമോർക്കുമ്പോൾ ഇതൊക്കെ എത്ര നിസ്സാരമാണ്. സ്വർഗത്തിൻ്റെ സകല മഹിമകളും വിട്ട് ഈ താണലോകത്തിൽ വന്ന് മനുഷ്യനായി പിറന്ന്, അതും ഒരു കാലിത്തൊഴുത്തിൽ 33.5 വയസ്സ് വരെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ച് മാനവരാശിയെ മുഴുവൻ പാപത്തിൻ്റെ ഫലമായ ന്യായവിധിയിൽ നിന്നും രക്ഷിച്ച്, അല്ല നിത്യനാശത്തിൽ നിന്നും രക്ഷിച്ച്
നിത്യസ്വർഗത്തിന് അവകാശികളാക്കി തീർത്തു എന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. നമുക്ക് വേണ്ടി അംഗപ്പാടുകൾ സഹിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ചേർന്നിരിക്കാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.